Hi everyone. Basics of Mechanical Engineering വീഡിയോ ലെക്ചർ സീരീസിലെ അടുത്ത ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് പ്രോസസ്സസ്. നോക്കാം എന്താണ് മാനുഫാക്ചറിംഗ് പ്രോസസ് എന്ന് നോക്കാം. Production of a component involves transforming a blank or raw materials from its original state to a finished state. അതായത് നമ്മൾ ഒരു കോമ്പണന്റിന്റെ പ്രൊഡക്ഷൻ എന്ന് വിചാരിക്കുക. ആ കോമ്പണന്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ കോമ്പണന്റ് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്ലാങ്ക്, ഓക്കെ, അതിനെ നമ്മൾ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്നും ഫിനിഷ്ഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോമ്പണന്റ് പ്രൊഡക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റൂ. സോ ആ നമ്മൾ ചേഞ്ച് ചെയ്യാനെടുക്കുന്ന പ്രോസസ്സുകൾ പറയുന്ന പേരാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. നോക്കാം എന്തൊക്കെയാണ് നമ്മളിവിടെ ചേഞ്ചസ് വരുത്തുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ചേഞ്ചസ് വരുത്തുന്നത് ഇൻ ഷേപ്പ്, സൈസ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഈ മൂന്ന് കാര്യങ്ങളും ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്ലാങ്കിനെ നമ്മൾ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്നും ഫിനിഷ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നത്. നൗ ഇറ്റ് ഈസ് ഡൺ ഇൻ എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആൻഡ് ഈച്ച് സ്റ്റെപ്പ് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ പ്രോസസ്. ഇത് പല സ്റ്റെപ്പുകളാണ് ചെയ്യുക. അതിൽ ഓരോ സ്റ്റെപ്പുകളെയും നമ്മൾ ഓരോ പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിനും ഓരോ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. When no further changes are required, the component is known as finished component or finished part. അതായത് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റേറ്റിലെത്തിയാൽ നമുക്ക് ഇനി ഒരു പ്രോസസ്സും ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷന് പറയുന്ന പേരാണ്, അങ്ങനെ ഫിനിഷ് ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് ഫിനിഷ്ഡ് കോമ്പണന്റ്. അപ്പോൾ നോക്കുക, നമ്മൾ ബ്ലാങ്കിൽ നിന്നും അല്ലെങ്കിൽ റോ മെറ്റീരിയലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പ്, സൈസ്, പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്ത് മാറ്റി നമ്മൾ അവസാനം ഫിനിഷ്ഡ് കോമ്പണന്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പാർട്ടിലേക്ക് എത്തിക്കുന്നു. ഓക്കെ. Now, manufacturing processes can be broadly classified into 5 groups. 5 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ടൈപ്പ് അനുസരിച്ച്. ഷേപ്പിംഗ് പ്രോസസ്സസ്, ജോയിനിങ് പ്രോസസ്സസ്, മെഷീനിങ് പ്രോസസ്സസ്, ഫിനിഷിംഗ് പ്രോസസ്സസ്, പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സസ്. ഓക്കെ, ഇങ്ങനെ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അതിൽ ഓരോന്നും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് ആസ് പെർ സിലബസ് പ്രകാരം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേപ്പിംഗ് പ്രോസസ്സസ് ആയിരിക്കും, ജോയിനിങ് പ്രോസസ്സ്, ദെൻ മെഷീനിങ് പ്രോസസ്സ്. ഫിനിഷിംഗ് പ്രോസസ്സും പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സും നമുക്ക് ബേസിക് മെക്കാനിക്കലിൽ അധികം ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇല്ല. We will start with shaping processes. Shaping processes are those processes in which shape and size of the metal is changed without the removal of the material. ഇതാണ് എടുത്ത് നോക്കേണ്ടത്. അതായത് വിത്തൗട്ട് ദ റിമൂവൽ ഓഫ് ദ മെറ്റീരിയൽ നമ്മൾ ഷേപ്പ് ആൻഡ് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഷേപ്പിംഗ് പ്രോസസ്. ദ കോമൺ പ്രോസസ് വിച്ച് ഫോൾ അണ്ടർ ദിസ് കാറ്റഗറി ആർ കാസ്റ്റിംഗ്. അതായത് നമ്മൾ ഫൗണ്ടറി എന്ന് നമ്മൾ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ നമ്മൾ ഫൗണ്ടറി എന്ന് പറഞ്ഞ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്യുന്ന കാര്യമാണ് കാസ്റ്റിംഗ്. അതൊരു ഷേപ്പിംഗ് പ്രോസസ്സിന് എക്സാമ്പിളാണ്. ഫോർജിങ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ തന്നെ ബ്ലാക്ക് സ്മിത്തി അല്ലെങ്കിൽ സിംപ്ലി സ്മിത്തി എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ ആയിരിക്കും നമ്മൾ ഫോർജിങ് ചെയ്യുന്നത്. മലയാളത്തിൽ പറയുന്നത് നമ്മൾ കൊല്ലൻ്റെ പണിശാല എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, അതാണ് ബ്ലാക്ക് സ്മിത്തി. കൊല്ലനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് സ്മിത്ത്. സോ ഫോർജിങ് ആണ് ബ്ലാക്ക് സ്മിത്തിയിൽ ചെയ്യുന്ന പ്രോസസ്സ്. ദെൻ റോളിംഗ് പ്രോസസ്, എക്സ്ട്രൂഷൻ പ്രോസസ്. അത് രണ്ടും കമ്പാരിറ്റീവ് നമ്മൾ അതും കേൾക്കാത്ത ഒരു പേരായിരിക്കും. സോ ബാക്കി രണ്ടും കാസ്റ്റിംഗ് ആൻഡ് ഫോർജിങ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് പ്രോസസ്സുകളാണ്. നോക്കാം. ഇൻ സർട്ടൻ കേസസ് ഷേപ്പിംഗ് പ്രോസസ്സസ് ഗീവ് ദ പാർട്സ് വിച്ച് ആർ suitably finished for commercial use. ചിലപ്പോൾ ഈ ഷേപ്പിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫിനിഷ്ഡ് പ്രോസസ്സ് കിട്ടും. ചില കേസുകളിൽ നമ്മൾ അതിനെ വീണ്ടും ഫർദർ പ്രോസസ്സുകൾ ചെയ്താൽ മാത്രമേ ഫിനിഷ്ഡ് പ്രോസസ്സുകൾ നമുക്ക് കിട്ടുള്ളൂ. ഫസ്റ്റത്തെ പ്രോസസ്സ് ഷേപ്പിംഗ് പ്രോസസ്സ് മോൾഡിംഗ് ആൻഡ് കാസ്റ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. ഇതിൽ മോൾഡിംഗ് സെപ്പറേറ്റ് പ്രോസസ്സും കാസ്റ്റിംഗ് സെപ്പറേറ്റ് പ്രോസസ്സുമാണ്. ഓക്കെ, മോൾഡിംഗ് രണ്ടും ഒരുമിച്ചാണ് പറയുക കാസ്റ്റിംഗ് എന്ന്, പക്ഷേ മോൾഡിംഗ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്താണെന്ന് നോക്കാം. Casting is the process of producing metallic parts of desired shape and size by pouring molten metal into a mold having a cavity of the part to be cast. അതായത് നമുക്ക് ഒരു കാവിറ്റി, നമ്മൾ എന്ത് ഷേപ്പിലേക്കാണ് നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ ഷേപ്പിൽ നമുക്കൊരു കാവിറ്റി ഉണ്ടായിരിക്കും. ആ കാവിറ്റിയിലേക്ക് നമ്മൾ മോൾട്ടൺ ആയിട്ടുള്ള മെറ്റലിനെ ഒഴിച്ചിട്ടാണ് നമ്മൾ സോൾഡിഫൈ ചെയ്ത് ആ ഷേപ്പിലേക്ക് എത്തുന്നത്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് കാസ്റ്റിംഗ്. ഇനി ഈ കാവിറ്റി ഉണ്ടാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മോൾഡിംഗ്. അതായത് മോൾഡ് എന്ന് പറയുന്ന കാവിറ്റി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് മോൾഡിംഗ്. ഇപ്പോൾ രണ്ടും ചേർന്നിട്ടാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയാം ശരിക്കും.
Now the resulting solid will have the shape of the cavity and it is called casting. ആ റിസൾട്ടിങ് സോളിഡിനെയാണ് കാവിറ്റിയുടെ ഷേപ്പിലുള്ള റിസൾട്ടിങ് സോളിഡിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. The mold into which the molten metal is poured is made of some heat resistant material. നമ്മൾ മോൾഡ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കാവിറ്റി, അത് ഒരു ഹീറ്റ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആയിരിക്കണം. കാരണം നമ്മൾ മോൾട്ടൺ മെറ്റലാണ് അതിലേക്ക് പോർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പാടില്ല. സാൻഡ് ഇസ് എ മോസ്റ്റ് ഓഫൺ യൂസ്ഡ് മെറ്റീരിയൽ വിച്ച് ഇസ് റെഡിലി അവൈലബിൾ. സാൻഡ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അതിനുള്ള കാരണം ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ, ഈസി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. ഈസിലി പാക്ഡ് ടു ഷേപ്പ്, ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇറ്റ് ഈസ് സം വാട്ട് പോറസ് ആൻഡ് റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ. പോറസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതിന് ഈ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗ്യാസസ് അല്ലെങ്കിൽ സ്റ്റീം അതെല്ലാം വെൻഡ് ചെയ്ത് കളയാനുള്ള, സാൻഡിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വെൻഡ് ചെയ്ത് കളയാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. മാത്രമല്ല ഇറ്റ് റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. മോൾഡിങ് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ മോൾഡ് യൂസിങ് എ പാറ്റേൺ. ഇനി ഞാൻ പറഞ്ഞു കാസ്റ്റിങ്ങിന് മുൻപ് നമ്മൾ മോൾഡിങ് ചെയ്യും, അതായത് നമ്മളെ കാവിറ്റി അല്ലെങ്കിൽ മോൾഡ് ഉണ്ടാക്കുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മോൾഡിങ്. ഇനി ഈ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി ആ കാവിറ്റി ഉണ്ടാക്കണമെങ്കിൽ അതേ ഷേപ്പിൽ നമുക്കൊരു പാറ്റേൺ വേണം അല്ലേ? ആ പാറ്റേൺ വെച്ചിട്ടായിരിക്കും നമ്മൾ മോൾഡ് ഉണ്ടാക്കുക. ഓക്കെ, ഈ പാറ്റേൺ നമ്മുടെ ഫൈനൽ കാസ്റ്റിങ്ങിൻ്റെ സെയിം മെറ്റീരിയൽ ആവണമെന്നില്ല. പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വുഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പാറ്റേൺ ഇസ് എ മോഡൽ ഓർ റെപ്ലിക്ക ഓഫ് ദ പാർട്ട് ടു ബി കാസ്റ്റ്. ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് പാറ്റേൺ മെറ്റീരിയൽ ഇസ് വുഡ്. അതും ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വുഡാണ് നമ്മൾ പാറ്റേണിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി മോൾഡിങ് ആൻഡ് കാസ്റ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡയഗ്രാംസ് വെച്ച് നോക്കാം. റിയൽ ലൈഫിൽ മോൾഡിങ് ഇങ്ങനെയാണ് ചെയ്യുക. അതായത് ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ലാഡിൽ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് പോലെ, അതിൽ നമ്മൾ മോൾട്ടൺ മെറ്റലിനെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ കാവിറ്റി അല്ലെങ്കിൽ മോൾഡ് ഉള്ളത്. സോ മോൾട്ടൺ മെറ്റലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് ഹോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോൾഡൻ യെല്ലോ കളറിലായിരിക്കും മോൾട്ടൺ മെറ്റൽ ഉണ്ടാവുക. ദെൻ ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ സോളിഡിഫിക്കേഷന് വേണ്ടി കുറച്ച് ടൈം കൊടുക്കും. അത്രയും സോളിഡിഫിക്കേഷൻ ടൈം കഴിഞ്ഞാൽ നമുക്ക് സോളിഡ് ആയിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽ, കാസ്റ്റിംഗ് മെറ്റീരിയൽ നമുക്ക് കിട്ടും. ഓക്കെ, നൗ അക്കോർഡിംഗ് ടു ദ മെത്തേഡ്സ് യൂസ്ഡ് മോൾഡിംഗ് മേ ബി ക്ലാസിഫൈഡ് ആസ്, പല രീതിയിൽ നമുക്ക് മോൾഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാം. ബെഞ്ച് മോൾഡിംഗ്, നമ്മൾ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്യുന്നത് ബെഞ്ച് മോൾഡിംഗ് ആണ്. അത് സ്മോൾ സ്കെയിലിൽ അല്ലെങ്കിൽ സ്മോൾ മെറ്റീരിയൽസ് ഒക്കെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഞ്ച് മോൾഡിംഗ് യൂസ് ചെയ്യുന്നത്. ഫ്ലോ മോൾഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പിറ്റ് മോൾഡിംഗ്, മെഷീൻ മോൾഡിംഗ്. നോക്കാം. ബെഞ്ച് മോൾഡിംഗ് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ കാസ്റ്റിംഗ്സ്. ഫ്ലോ മോൾഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം അല്ലെങ്കിൽ ലാർജ് സൈസ്ഡ് കാസ്റ്റിംഗ്സ്. പിറ്റ് മോൾഡിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ലാർജ് കാസ്റ്റിംഗ്സ് യൂസ് ചെയ്യാനും ഉണ്ടാക്കാൻ വേണ്ടിയും. മെഷീൻ മോൾഡിംഗ് യൂസ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷൻ, അതായത് ബാക്കിയുള്ള മോൾഡിംഗ് എല്ലാം നമ്മൾ ആളുകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ബെഞ്ച് മോൾഡിംഗ് ആണെങ്കിൽ നമ്മൾ കൈകൊണ്ട് മോൾഡ് ഉണ്ടാക്കി കാസ്റ്റിംഗ് ചെയ്യാണ്. ഫ്ലോ മോൾഡിങ്ങും ഒരു പരിധി വരെ ആവശ്യമുണ്ടാവും, ആൾക്കാരെ ആവശ്യമുണ്ടാവും പിറ്റ് മോൾഡിങ്ങിനും. സോ മെഷീൻ മോൾഡിങ്ങിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ്, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടാണ് മോൾഡിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസ് പ്രൊഡക്ഷൻ നമുക്ക് പോസിബിൾ ആണ് മെഷീൻ മോൾഡിങ്ങിൽ. പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിങ് സാൻഡ്, നമ്മൾ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാൻഡിന് ഒരുപാട് പ്രോപ്പർട്ടീസ്, ആവശ്യം വേണ്ടുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എ ഗുഡ് മോൾഡിംഗ് സാൻഡ് മസ്റ്റ് ഫുൾഫിൽ വേരിയസ് റിക്വയർമെൻറ്റ്സ് ലൈക്ക് പോറോസിറ്റി ഓർ പെർമിയബിലിറ്റി. അത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത പോലെ മോൾട്ടൺ മെറ്റൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ടാവും, സ്റ്റീമൊക്കെ ഉണ്ടാവും. ആ ഗ്യാസും സ്റ്റീമും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കളയാനുള്ള കേപ്പബിലിറ്റിയാണ് നമ്മൾ പോറോസിറ്റി അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കൊഹസീവ്നെസ് ഓർ സ്ട്രെങ്ത്, ദി എബിലിറ്റി ഓഫ് ദ സാൻഡ് പാർട്ടിക്കിൾസ് ടു സ്റ്റിക്ക് ടുഗദർ. അതായത് സെയിം പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൊഹസീവ് ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ സാൻഡ് പാർട്ടിക്കിൾസ്, രണ്ട് സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് കൊഹസീവ് ഫോഴ്സ്. അപ്പോൾ കൊഹസീവ്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ നമ്മൾ സാൻഡ് പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നിരിക്കും, ക്ലോസ്ലി പാക്ഡ് ആയിട്ട് നമുക്ക് മോൾഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ സ്ട്രെങ്ത് ഡിസൈഡ് ചെയ്യുന്നതും കൊഹസീവ് ഫോഴ്സ് തന്നെയായിരിക്കും. അഡ്ഹെസീവ്നെസ്, ഇറ്റ് ഈസ് എബിലിറ്റി പ്രോപ്പർട്ടി ഓഫ് ദ സാൻഡ് പാർട്ടിക്കിൾസ് ടു സ്റ്റിക്ക് ടു അതർ ബോഡീസ്. അതായത് നമ്മൾ മോൾഡ് ഉണ്ടാക്കുന്നത് വുഡൻ ബ്ലോക്സ് അല്ലെങ്കിൽ വുഡൻ ബോക്സുകൾ വെച്ചിട്ടായിരിക്കും. സോ വുഡൻ ബോക്സുകളുടെ സൈഡിൽ വുഡൻ ബോക്സിൽ ഈ സാൻഡ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അഡ്ഹസീവ് സ്ട്രെങ്ത് ആണ് അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അഡ്ഹസീവ്നെസ് എന്ന പ്രോപ്പർട്ടിയും സാൻഡിന് ഉണ്ടായിരിക്കും. പ്ലാസ്റ്റിസിറ്റി, ദ പ്രോപ്പർട്ടി ഓഫ് അക്വയറിംഗ് പ്രീഡിറ്റർമൈൻഡ് ഷേപ്പ് അണ്ടർ ദ പ്രഷർ ആൻഡ് ടു റിട്ടൈൻ ഇറ്റ് വെൻ ദ പ്രഷർ ഇസ് റിമൂവ്ഡ്. അതായത് നമ്മൾ പ്രഷർ കൊടുത്ത്
സാൻഡിനെ ഏത് ഷേപ്പിലേക്ക് വേണമല്ലോ ആക്കാൻ നമുക്ക് പറ്റണം. അതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പ്രഷർ റിമൂവ് ചെയ്താൽ പഴയ രീതിയിൽ അതിനെ റിട്ടേൺ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും നമ്മുടെ സാൻഡിന് ആവശ്യമുണ്ട്. അതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. റിഫ്രാക്റ്റർനെസ്. It is a property of the sand to withstand high temperature without breaking down or fusing. അതായത് ഹൈ ടെമ്പറേച്ചറിൽ ബ്രേക്കിംഗ് ഡൗൺ, അതായത് പൊട്ടിപ്പോവാതെ ഉരുകിപ്പോവാതെ നിലനിൽക്കാനുള്ള ശേഷിയാണ് നമ്മൾ റിഫ്രാക്റ്റർനെസ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ സാൻഡിന് ആവശ്യമാണ്. ഫ്ലോവബിലിറ്റി. ദ പ്രോപ്പർട്ടി ഓഫ് ദ സാൻഡ് ടു ബിഹേവ് ലൈക്ക് എ ഫ്ലൂയിഡ്. അതായത് ഒരു ഫ്ലൂയിഡ് പോലെ അല്ലെങ്കിൽ വാട്ടറിന്റെ പോലെ ബിഹേവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി തന്നെയാണ് നമ്മൾ ഫ്ലോവബിലിറ്റി എന്ന് പറയുന്നത്. കെമിക്കൽ സ്റ്റെബിലിറ്റി. ദ പ്രോപ്പർട്ടി ഓഫ് ദ സാൻഡ് ടു റെസിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ് വിത്ത് മോൾട്ടൺ മെറ്റൽ. നമ്മൾ മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിക്കുന്ന സമയത്ത് അതിൽ അടങ്ങിയിരിക്കുന്ന കുറേ കെമിക്കൽസ് നമ്മുടെ ഓൾറെഡി സാൻഡിലുള്ള കെമിക്കൽസുമായിട്ട് ചേർന്ന് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ആ കെമിക്കൽ റിയാക്ഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവും നമ്മുടെ സാൻഡിന്, മോൾഡിംഗ് സാൻഡിന് ഉണ്ടായിരിക്കണം. നൗ വി ആർ കമ്മിങ് ടു സാൻഡ് കാസ്റ്റിംഗ്. സാൻഡ് കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അതിനൊരു അപ്പാരറ്റസ് ഉണ്ട്. നമ്മൾ ഫൗണ്ടറിലാണ് ഇത് ചെയ്യുക. ഈ അപ്പാരറ്റസ് എന്ന് പറയുന്നത് വുഡൻ ബ്ലോക്സ് വെച്ചായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. വുഡൻ ബ്ലോക്സ് അല്ലെങ്കിൽ വുഡൻ പാനൽസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. മോൾഡിംഗ് ബോക്സ് എന്നാണ് പറയുക. സോ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്തൊക്കെയാണ് വരികയെന്ന് നോക്കാം. സാൻഡ് മോൾഡ്സ് ആർ പ്രിപ്പയർഡ് ഇൻ എ സ്പെഷ്യലി മെയ്ഡ് ബോക്സ് കോൾ മോൾഡിംഗ് ബോക്സ് ഓർ മോൾഡിംഗ് ഫ്ലാസ്ക്. മോൾഡിംഗ് ഫ്ലാസ്ക് എന്നും പറയും. ഇതാണ് ഒരു മോൾഡിംഗ് ഫ്ലാസ്ക്. ഇവിടെ മോൾഡിംഗ് ഫ്ലാസ്ക് നമ്മൾ 2 ഹാഫായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഹാഫ് നമുക്കിവിടെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കാനും പറ്റും. മോൾഡിംഗ് ഫ്ലാസ്കിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്, ടോപ്പ് ഹാഫ് എന്ന് പറയുന്നത് കോപ്പ് എന്നായിരിക്കും വിളിക്കുക. ബോട്ടം ഹാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മോൾഡിംഗ് ബോർഡ് ഒരു ബോർഡിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ബെഞ്ചിൽ വെച്ചിട്ട് ആ ബെഞ്ചിൽ അല്ലെങ്കിൽ ബോർഡിൽ വെക്കുന്ന നമ്മുടെ മോൾഡിംഗ് സാൻഡ് കാസ്റ്റിംഗ് മോൾഡിംഗ് ഫ്ലാസ്കിന്റെ ഭാഗം എന്ന് പറയുന്നത് ഡ്രാഗ് എന്നാണ് വിളിക്കുക. സോ കോപ്പിന് നമുക്ക് ഡ്രാഗിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി പിന്നുണ്ട്, തിരിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പിൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം, ഇത് സാൻഡ് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് നടുക്കിൽ പാറ്റേൺ വെച്ച് ക്യാവിറ്റി ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഒരു സാൻഡ് മോൾഡാണ് കാണിച്ചിട്ടുള്ളത്. സോ ഈ കാണിച്ചിരിക്കുന്ന ക്യാവിറ്റിയാണ്. ഓക്കെ, ക്യാവിറ്റി. ഈ ക്യാവിറ്റിയിലേക്കായിരിക്കും നമ്മൾ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്നു. മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പോറിംഗ് ബേസിൻ ഉണ്ട്. ഇത് സൈഡ് വ്യൂ ആണ്, ക്രോസ് സെക്ഷൻ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ പോറിംഗ് ബേസിൻ ഈ ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പോറിംഗ് ബേസിലേക്കായിരിക്കും നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്നത്. ഇവിടെ പോറിംഗ് ബേസിൻ നമ്മളൊരു കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ പോലെ ആക്കിയും, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് റേറ്റ് ഓഫ് ഫ്ലോ ഡിസൈഡ് ചെയ്ത് ഒഴിക്കാൻ പറ്റുള്ളൂ. ദെൻ ഈ സ്പ്രൂ വഴിക്കായിരിക്കും നമ്മുടെ എന്താ പറയുക മോൾട്ടൺ മെറ്റൽ വരിക. മോൾട്ടൺ മെറ്റൽ ക്യാവിറ്റിക്ക് വരുന്നത്, താഴോട്ട് വരുന്നത് സ്പ്രൂ എന്ന് പറയുന്ന പാസേജ് വഴിക്കായിരിക്കും. ദെൻ ഈ പാസേജ് എന്ന് അവസാനിക്കുന്ന ഗേറ്റ് എന്ന പാസേജിലേക്കായിരിക്കും. ഗേറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പാസേജ് ആണ്. ഈ ഗേറ്റ് വഴിക്കാണ് നമ്മുടെ ക്യാവിറ്റിയിലേക്ക് കടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വെലോസിറ്റി കൂടി വരും. ദെൻ ഗേറ്റിലെത്തുമ്പോൾ അത് കൺട്രോൾഡ് ആയിരിക്കും. ഒരു കൺട്രോൾഡ് വെലോസിറ്റിയിലായിരിക്കും മോൾട്ടൺ മെറ്റൽ ഇവിടേക്ക് വരിക. സോ ഗേറ്റ് വഴിക്ക് മോൾട്ടൺ മെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്യാവിറ്റിയിൽ വന്ന് ഫില്ലാവുന്നു. ദെൻ എക്സ്ട്രാ ഇനി നമ്മൾ വീണ്ടും ഇവിടെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫില്ലായതിനു ശേഷം വരുന്ന മോൾട്ടൺ മെറ്റൽ റൈസർ എന്ന് പറയുന്ന പാറ്റേൺ വഴിക്ക് മുകളിലേക്ക് പോകുന്നു. സോ മുകളിൽ ഇവിടെ നമുക്ക് മോൾട്ടൺ മെറ്റൽ പുറത്തേക്ക് വന്നാൽ അതിൻ്റെ മീനിങ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാവിറ്റിയിലും നമ്മുടെ സ്പ്രൂവിലും റൈസറിലും മോൾട്ടൺ മെറ്റൽ നിറഞ്ഞു കഴിഞ്ഞു. അതാണ് അതിൻ്റെ മീനിങ്. ഇനി ഇത് കൂടാതെ ഇതിൽ കാണിച്ചിരിക്കുന്ന കോമ്പണൻസ് കോർ എന്ന് പറയുന്നത് സാൻഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു മെറ്റീരിയലാണ്. അത് നമ്മൾ പാറ്റേൺ അല്ലെങ്കിൽ മോൾഡിൻ്റെ സെൻറ്ററിലായിരിക്കും വെക്കുക. അത് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഹോളോട് കൂടിയ ഒരു കോമ്പണൻ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഹോള് നമ്മൾ ലീവ് ചെയ്തിട്ട് വേണം മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യാൻ. അപ്പോൾ ആ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ചെറിയ റോഡ് പോലെയാണ് ഈ കോർ എന്ന് പറഞ്ഞ കോമ്പണൻറ്റ്. ഓക്കെ, അത് കൂടാതെ ഇവിടെ ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ഈ ലൈൻസ് എന്ന് പറയുന്നത് വെൻഡ് ഹോൾസ് ആണ്. അത് നമ്മൾ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കമ്പി വെച്ചിട്ടോ നമ്മൾ കുത്തി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, കുത്തി ഇറക്കിയിട്ടാണ് ഹോൾ ഉണ്ടാകുന്നത്. ഈ ഹോളിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീം അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസസ് ഈസിലി എസ്കേപ്പ് ആവാൻ വേണ്ടി കൊടുക്കുന്ന പാത്താണ് ഈ വെൻഡ് ഹോൾസ് എന്നാണ് പറയുക. Now top part is called cope, lower part is called drag. These flasks are made of wood or metal. Wood കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ ആണ് ഈ ഫ്ലാസ്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. Now the passage for bringing the molten metal to the mold cavity is known as gating system. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. It consists of pouring basin, സ്പ്രൂ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പാസേജ് ആണ്, ഗേറ്റ്.
passage through the molten metal flows. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം.